പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് 60,000 മുൻഗണനാ കാർഡുകൾ കൂടി വിതരണം ചെയ്യുന്നു. ഇതിനായി ഭക്ഷ്യവകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. 12,000 മഞ്ഞ കാർഡും 48,000 പിങ്ക് കാർഡുകളുമാണ് വിതരണം ചെയ്യുക. അക്ഷയ കേന്ദ്രം വഴി ഡിസംബർ 10 വരെ അപേക്ഷ വയ്ക്കാവുന്നതാണ്. പരിശോധിച്ച് കാർഡുകൾ അനുവദിക്കും. അനർഹരായ കാർഡുടമകൾ സറണ്ടർ ചെയ്ത കാർഡിന് പകരമാണ് വിതരണം. അനർഹരെ കണ്ടെത്താൻ ഭക്ഷ്യവകുപ്പ് നടത്തിയ ഓപ്പറേഷൻ യെല്ലോ പരിശോധനയിൽ 1.75 ലക്ഷം കാർഡുകൾ കണ്ടെത്തിയിരുന്നു. സർക്കാർ ജീവനക്കാർക്കും ആദായ നികുതി അടക്കുന്നവർക്കും മുൻഗണനാ കാർഡുകളുള്ളതായി കണ്ടെത്തി. 8 കോടി രൂപ പിഴ ഈടാക്കി സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, 25,000 രൂപയിൽ കൂടുതൽ മാസവരുമാനമുള്ളവർ, 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വലിപ്പമുള്ള വീടുള്ളവർ, ഒരേക്കറിൽ കൂടുതൽ പുരയിടമുള്ളവർ, ആദായ നികുതി അടക്കുന്നവർ, 4 ചക്ര വാഹനമുള്ളവർ എന്നിവർക്ക് മുൻഗണനാ കാർഡിന് അർഹതയില്ല. മുൻഗണനാ കാർഡുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം അനുവദിച്ചിരുന്നില്ല. സംസ്ഥാനത്ത് 5,83,000-ലധികം മഞ്ഞ കാർഡും 35,90,500-ലധികം പിങ്ക് കാർഡുകളുമാണ് ഉള്ളത്. ഇവർക്ക് മാത്രമാണ് കേന്ദ്രം ഭക്ഷ്യധാന്യം അനുവദിക്കുന്നത്. നീല, വെള്ള, ബ്രൗൺ കാർഡുകാർക്ക് സംസ്ഥാന സർക്കാർ പണമുപയോഗിച്ചാണ് റേഷൻ നൽകുന്നത്. കേരളത്തിൽ ആകെ 94,80,572 കാർഡുകളാണുള്ളത്. 3 മാസത്തിൽ തുടർച്ചയായ റേഷൻ ഭക്ഷ്യധാന്യം വാങ്ങിയില്ലെങ്കിൽ മുൻഗണനാ കാർഡുകാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. അസൗകര്യമുണ്ടെങ്കിൽ റേഷൻ കടകളിൽ എഴുത്തു നൽകണം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.